കുറേ കാലം മുമ്പ് ഞാൻ ഈ ആടുജീവിതം എന്ന നോവൽ വായിച്ചത്. അന്ന് എന്റെ മനസ്സിൽ പതിഞ്ഞൊരു നജീബുണ്ട്. ആ നജീബിന് ഇത്രയും തടിയില്ല, ഇല്ല. കുറച്ച് ലീനായിട്ടുള്ള ആളാണ്. ഒരുപാട് താടിയൊക്കെ വളർന്നിട്ടുണ്ട്. അത്യാവശ്യം വികൃത രൂപമാണ്. ഇതൊക്കെയാണ് നജീബിനെ ഞാൻ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കയറി പറ്റിയത്. ഇത്രയും കാലം കഴിഞ്ഞിട്ടും നജീബിലെ ആ കഥാപാത്രം അങ്ങനെ തന്നെ കിടക്കുക എൻ്റെ മനസ്സിൽ. നജീബിനെ കണ്ടപ്പോൾ ഞാൻ അമ്പരം നോക്കിയത് അതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ എത്ര കൊല്ലക്കാലം നജീബ് ഡയറക്റ്റായിട്ട് ചോദിച്ചാൽ ഈ മണലാരണ്യത്തിൽ പെട്ടുപോയി. 2 വർഷം ചെല്ലുവാനും ഞാൻ ആ മരുഭൂമിയിൽ കിടക്കുമായിരുന്നു. 2 കൊല്ലത്തിലധികം. ഞാൻ ഈ ബാക്കിൽ ആറാട്ടുപുഴയിലേക്ക് വന്നാലേ നജീബിന്റെ വീട്ടിലെ സാഹചര്യം എങ്ങനെയാണ്? എൻ്റെ വീട്ടിലെ സാഹചര്യം അന്ന് ഞാനിവിടെ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ച് പിന്നെ വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ട് 5 സെന്റ് സ്ഥലം വിറ്റാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. അങ്ങനെ പോയി റിയാദ് എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി. ഈ കല്യാണം കഴിച്ചിരുന്നല്ലോ, ഭാര്യയൊക്കെ ഗൾഫിൽ പോകാനാണോ പറഞ്ഞത് അതോ? ഇല്ല, ഭാര്യ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഒരു സെക്കൻഡ്, ഇപ്പൊ ഭാര്യ കൂടെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഭാര്യക്ക് ഇദ്ദേഹം ഗൾഫിൽ പോകുന്ന താല്പര്യമായിരുന്നോ? താല്പര്യക്കുറവായിരുന്നു ആയിരുന്നു അല്ലേ? എവിടെ വരെ ഉണ്ടായിരുന്നു നജീബിന് വിദ്യാഭ്യാസം ഒക്കെ? പഠിച്ചിരുന്നോ? അന്നത്തെ 10ാം ക്ലാസ് ആയിരുന്നു. കാരണം അന്ന് സ്കൂളിലൊന്നും പോകത്തൊന്നുമില്ല. അന്ന് നമ്മൾ ചെറുതായിട്ടൊക്കെ പണിക്ക് പോകുമായിരുന്നു. എന്ത് പണി? പടിഞ്ഞാറത്തെ മണ്ണുവാരലും മറ്റേതൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. വീട്ടില് അപ്പായ്ക്കൊക്കെ സുഖമില്ല, അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പഠിത്തമൊന്നും വലുതായിട്ടൊന്നും നടന്നില്ല. പിന്നെ വീട്ടിലെ ഒരുപാട് അംഗബലം ഉണ്ടായിരുന്നു. 5 പേരുണ്ടായിരുന്നു. 5 പേരുണ്ടായിരുന്നു. അപ്പൊ ഉപ്പയ്ക്കൊക്കെ എന്തായിരുന്നു പണി? ഉപ്പായ്ക്ക് മീൻ്റെ പരിപാടിയായിരുന്നു. പിന്നെ ഉപ്പായ്ക്ക് പിന്നെ സുഖമില്ലാതായി. ആറാട്ടുപുഴ പൊതുവേ ആൾക്കാർ എനിക്കൊന്ന് കടലിലൊക്കെ പോയല്ലേ ജീവിച്ചു? അതെ, ജീവിക്കുന്നത്. എന്റെ വീട്ടിൽ നിന്നുകൊണ്ട് കടലിങ്ങനെ കാണാം. അപ്പൊ കടലിന് അടുത്താണ്. അപ്പൊ കടല് മാടി വിളിക്കും ഇടയ്ക്കിടയ്ക്ക്. പണിയാൻ മോൻ നല്ല സാധ്യത, കടലിങ്ങനെ പറന്ന് കിടക്കല്ലേ? അതെ. ഓക്കെ. പക്ഷെ ആ ഏരിയയിലോട്ട് നജീബിന് താല്പര്യം തോന്നിയില്ല. ഇല്ല, കടലിലോട്ട് ഞാൻ മീൻ പിടിക്കാനായിട്ട് ഞാൻ പോയപ്പോഴ് എനിക്ക് കടൽ ചൊരുക്കുന്നു. ഓ, അത് ശരി. അതുകൊണ്ട് ഒരു ദിവസം പോയതേ ഉള്ളൂ, പിന്നെ പോയിട്ടില്ല. പിന്നെ മണൽവാരലായിരുന്നു? മണൽവാര്, കടലിൽ കക്കാവാര്, അങ്ങനെയൊക്കെയുള്ള പരിപാടി. അങ്ങനെ ജീവിച്ചു പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു? അങ്ങനെ ജീവിച്ചു പോകാൻ പറ്റിയ സാഹചര്യം കല്യാണം കഴിച്ചപ്പോഴൊന്നും നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഗൾഫിൽ എവിടെയും പോയി രക്ഷപ്പെടാന്ന് വിചാരിച്ചു. അങ്ങനെ രക്ഷപ്പെടാന്ന് നമ്മുടെ വീടിന്റെ അയലത്തൊക്കെ ഉള്ളവരൊക്കെ ഗൾഫിൽ പോയി വലിയ വീട് വെക്കുന്ന, കാശുണ്ടാക്കുന്ന, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ മനസ്സിലങ്ങനെ തോന്നി. അതല്ല, അന്നൊക്കെ ആ ഗൾഫിനെ കുറിച്ചൊക്കെ കേൾക്കുന്ന സ്വപ്നങ്ങൾ ഭയങ്കര സംഭവം. അതെ. ആര് വഴിയായി ഈ അങ്ങോട്ട് കടക്കാൻ ശ്രമിച്ചത്? അങ്ങോട്ട് കടക്കാൻ നമ്മുടെ ഒരു ബന്ധു മുഖേന തന്നെയാണ്. പക്ഷേ അങ്ങനെ ഈ ബന്ധുവിന്റെ കുഴപ്പം കൊണ്ടല്ല, മനസ്സിലായി. എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി. താങ്കള് ഏത് വഴിയാ? ബോംബെ വഴിയാ പോയത്. സഹായത്തിന് ആരെങ്കിലും ഉണ്ടായിരുന്നു കൂടെ? ഇല്ലായിരുന്നു. അപ്പൊ ഒറ്റയ്ക്ക് ആദ്യത്തെ വിമാനയാത്രയായിരുന്നു? എന്റെ അയലത്തുള്ളവരുത്തിന് ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. അത് വേറെ സ്ഥലത്ത് പോകാനുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഇറങ്ങിയത് റിയാദിൽ ഇറങ്ങിയത് ഈ പയ്യൻ നിമിത്തമാണ് വീട്ടിലറിയുന്ന. ഞാൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അന്നേരം പുള്ളി വേറെ അബഹായ്ക്ക് പോകണ്ടായിരുന്നു. അങ്ങനെയാണ് വീട്ടിലറിയുന്നത് ഞാൻ ഇറങ്ങിയതായിട്ടുള്ള. പിന്നെ യാതൊരു വിവരവും ഇല്ലായിരുന്നു. താങ്കൾ യഥാർത്ഥത്തിൽ എന്ത് വിസയിലാ പോയത്? ഞാനൊരു സൂപ്പർ മാർക്കറ്റിലേക്കായിട്ടും പറയാൻ പോയത്. അങ്ങനെയുള്ള വിസയിലാ പോയത്. എയർപോർട്ടിലുണ്ടായ കൺഫ്യൂഷൻ കൊണ്ടാണോ താങ്കൾ അങ്ങനെ പോകാൻ കാരണം? ഞാൻ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോഴും ആരെയും കാണുന്നില്ല. പിന്നെ താങ്കൾക്ക് ടെലിഫോൺ നമ്പറൊക്കെ ഉണ്ടായിരുന്നോ? എന്റെ നമ്പറുണ്ട്, പക്ഷെ വിളിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും പറ്റിയില്ല. അങ്ങനെയാണ് പിന്നെ ഒരാൾ ഇവിടെ ഇങ്ങനെ അറബി ഇങ്ങനെ നിന്നിട്ട് താഴ്ത്താഴ്ന്ന് വിളിച്ച്. അപ്പോൾ ഞാനങ്ങനെ ശ്രദ്ധപ്പെടാൻ കാര്യം എന്തുവാ? ശ്രദ്ധപ്പെടാൻ വണ്ടി ഇട്ടുകൊണ്ട് അവിടെ കിടക്കുമായിരുന്നു. അപ്പോഴ് വിസ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. അതൊന്നും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ലായിരുന്നു. പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇത് കാണിച്ചപ്പോഴ് പാസ്പോർട്ട് എന്റെ വാങ്ങിച്ചിട്ട് പറഞ്ഞ എന്റെ ആമല്ല എന്ന് പറഞ്ഞ് കയറ്റി കൊണ്ടുപോകും. എന്റെ ആളാണെന്ന് നോക്കി. പക്ഷെ ശരിക്കും അത് എന്റെ അല്ലായിരുന്നു. ഇങ്ങനെ എയർപോർട്ടിൽ വന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്ന ജോലിയായിരുന്നു പുള്ളിക്കുള്ളത്. എന്നിട്ട് ഏതെങ്കിലും മരുഭൂമി കൊണ്ടുവന്ന് വിട്ടുകൊടുക്കുക. താങ്കൾ ഈ നഗരം വിട്ട്, ഇപ്പൊ എയർപോർട്ടൊക്കെ നഗരമാണല്ലോ, നഗരം വിട്ട് ഈ മണലാരണ്യത്തിലേക്ക് കയറി. മണലാരണ്യം ചെറിയ ആരണ്യമല്ലല്ലോ, അത് അക്ഷരാർത്ഥത്തിൽ മണൽക്കാടാണല്ലോ, ഇങ്ങനെ നീണ്ടു കിടക്കുക. ഈ മണൽക്കാടിലൂടെ കുറേ കിലോമീറ്റർ പോയി കാണുമല്ലോ? കുറേ കിലോമീറ്റർ പോയി. എത്ര മണിക്കൂറൊക്കെ പോയി കാണും? ഏതാണ്ട് ഒരു 1-2 മണിക്കൂറെങ്കിലും പോയി കാണും. ഞാനീ മരുഭൂമി ഇറങ്ങി മരുഭൂമിയിലോട്ട് വണ്ടി ഓടുമ്പോഴൊന്നും ഒരു ബിൽഡിംഗ് ഒന്നും കാണാനില്ല, ഒരാളിനെയും കാണുന്നില്ല. അപ്പോഴെനിക്ക് എൻ്റെ മനസ്സിലെന്ത്, പണ്ടൊക്കെ ഇതുപോലെ ആട് മേയ്ക്കാൻ ആൾക്കാർ പോയിട്ടുണ്ടല്ലോ എന്നുള്ളൊരു സംശയം. പിന്നെ ഇത്രയും ഓടിയിട്ട് ഒന്നും കാണാത്തപ്പം എൻ്റെ മനസ്സിൽ തോന്നുക ഇങ്ങനെ ഓടി ചെല്ലുമ്പോൾ പിന്നെ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഒരു 10-700 ആടും ഒരു 10-20 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം 2 മണിക്കൂർ. പിന്നെ മണിക്കൂറൊന്നും നോട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ കരച്ചില് മാത്രമേ ഉള്ളൂ. പ്രകാശമൊന്നുമില്ല. വേറെ രാത്രിയായിരുന്നു. ഈ വണ്ടിക്കകത്ത് എന്ത് വണ്ടിയായിരുന്നു? പിക്കപ്പ്. ഈ വണ്ടിക്കകത്ത് അറബി ഉണ്ടല്ലോ, അതേ ഒന്നും പറയുന്നില്ലേ?
അദ്ദേഹം ഒന്നും പറയുന്നില്ല. ഭാഷ അറിയില്ലല്ലോ. ഇല്ലില്ല, ഭാഷ അറിയത്തില്ല. ഒന്നും ചോദിക്കാനും പറ്റിയില്ല. ചോദിക്കാൻ നമുക്ക് അങ്ങോട്ട് ചോദിക്കാനൊന്നും അറിയുന്നില്ല. അവനൊന്നും പറയുന്നില്ല. തന്നെയാണോ ഡ്രൈവ് ചെയ്യുന്നത് അതോ മറ്റേ ആള് തന്നെ ഡ്രൈവ് ചെയ്യുന്നു? ഒരാളേ ഉള്ളൂ. ഓക്കെ. അപ്പൊ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുക. സന്ധ്യ ആയപ്പോഴാണോ അവിടെ ചെന്നിറങ്ങിയത് അതോ രാത്രിയായി? ഓ, അപ്പോഴെല്ലാം ഈ ഇരുട്ട് മൂടിയ സ്ഥലത്തൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുക. ഇങ്ങോട്ടാന്ന് അറിയില്ല. പേടിച്ചു. നമ്മുടെ അകപ്പാടിലായി പോയി, വിറച്ചു പോയി. ഞാൻ ജീവിതം അവസാനിച്ചെന്ന് തോന്നി. ഇനിയിപ്പോ രക്ഷപ്പെടാൻ വഴിയില്ല. ഇയാൾ എന്തിനാ കൊണ്ടുവന്നതെന്ന് പോലും അറിയില്ല അല്ലേ? പാസ്പോർട്ട് അയാളുടെ കയ്യിലുമാണ്. പാസ്പോർട്ട് അവിടെ പാസ്പോർട്ടിന് പ്രസക്തി ഇല്ലല്ലോ. ഒന്നിനും ഇല്ല. ആരും വന്ന് ഒന്ന് നോക്കാനും കാണാനും ഒന്നും ആരുമില്ല. അപ്പൊ അയാൾക്ക് ഒരാളെ കിട്ടണം, ആളെ തപ്പി. ഇത്രേ ഉള്ളൂ. അതേ ഉള്ളൂ. ചെന്നിറങ്ങുമ്പോ എത്ര ആടുകൾ ഉണ്ടാവും ഏകദേശം? അന്ന് രാത്രി ഇത്രയും കണ്ടില്ലായിരുന്നു. പിന്നെ പിറ്റേന്ന് നോക്കുമ്പോ ഒരു 10-700 ആടും 10-20 ഒട്ടകവും ഇങ്ങനെ നിൽപ്പുണ്ട്. 20 ഒട്ടകം ഉണ്ട്. അപ്പൊ ഈ ചെന്നിറങ്ങിയപ്പോ എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയോ? അന്ന് കഴിക്കാൻ പിന്നെ കുബൂസൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ ഞാൻ കഴിച്ചില്ല. കാരണം അന്ന് ഞാൻ കരച്ചില് മാത്രമേ ഉള്ളായിരുന്നു. കാരണം എന്റെ ജീവിതം പോയി എന്നുള്ള ചിന്ത ഒന്ന് കരയുവാങ്ങ്. മുറുക്കൻ അലവിട്ട് കരയും. അപ്പൊ ഇയാള് കിടന്നോണ്ട് ഇതാണ്ടൊക്കെ കിടന്ന് പറയുന്നുണ്ട്. അന്ന് എത്ര വയസ്സ് പ്രായം? അന്ന് എനിക്ക് 30 വയസ്സെടുത്തുണ്ട്. 29 വിളിക്കുന്നല്ലേ? അതെ. അർബാബ് ഒന്നും പറയുന്നില്ല. അയാൾക്കൊന്നും പറയാനുള്ള ഇതല്ല. കാരണം അയാൾക്ക് കൊണ്ടുവന്നല്ലേ എന്നെ. അയാളുടെ സ്പോൺസർ അല്ലല്ലോ, ആളല്ലല്ലോ ഞാൻ. അയാൾക്കത് അറിയാം അല്ലേ? അയാൾക്കതറിയാം. കാരണം അയാളെ പാസ്പോർട്ടൊക്കെ നോക്കിയല്ലോ. പാസ്പോർട്ട് നോക്കി അന്നേരം കൈ എടുത്ത്. പിന്നെ പല പ്രാവശ്യവും ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ചാടിപ്പോവാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. കാരണം ഏത് സമയത്ത് ഇയാൾ അവിടെ ഉണ്ട്. അവിടെ ചെന്നിട്ട് ഈ ചെല്ലുന്ന ദിവസം അവിടെ വേറെ ഒരു മനുഷ്യനെയും കണ്ടില്ലല്ലോ. ഒരു ഫിഗർ രൂപയപ്പോ ഒരാളുണ്ടായിരുന്നു. അയാളുടെ പണി എന്തോ അവിടെ? അയാൾ ഇതിന്റെ പണിയായിരുന്നു തോന്നുന്നു. അപ്പൊ ഇതുപോലെ ഇപ്പൊ ഈ പാടിയും മീഡിയസും എല്ലാം വളർന്നു ആകപ്പാട് വികൃത രൂപമായിട്ടൊരാള്. ചിലപ്പോ നേരത്തെ നജീവിനെ പോലെ അവിടെ ചെന്ന് വിട്ട ആളാണ്. അയാൾക്ക് രക്ഷപ്പെടാൻ വഴിയില്ല. അയാൾ അന്ന് ഒന്നും മിണ്ടുന്ന പോലും ഇല്ലാത്ത ഒരാള്. ആള് ലേശം ക്രൂരനാണോ അതോ? ഇച്ചിരി നല്ല കടിയൊക്കെ ഉണ്ട്. അയാൾ എന്തെങ്കിലും ഒന്നും സംസാരിച്ചില്ല. ഭക്ഷണം കഴിക്കണോ അങ്ങനൊന്നും ചോദിച്ചില്ല. ഞാൻ ചെന്നോടനെ പുള്ളി അവിടെ വെളിക്കനെ കണ്ട് കട്ടിൽ കിടപ്പുണ്ട്. അതിനകത്ത് ഒരെണ്ണത്തെ മാറി കിടന്ന് അലമാറി കിടന്ന്. ഞാൻ പോയി അവിടെ പോയിരുന്ന് കരഞ്ഞിരിക്കുക. ഇനി ആരുമായിട്ട് സംസാരിക്കണേ ആരും ഇല്ലല്ലോ. അങ്ങനെ കരഞ്ഞപ്പോൾ ഞാനിപ്പോൾ വിശക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ സാധനം അതിൽ നിന്ന് ഇച്ചിരി പൊട്ടിച്ച് കഴിച്ച് പിന്നെ കരഞ്ഞ് ഞാൻ മാറിയിരിക്കുക. അങ്ങനെ എന്നാലും ഇച്ചിരി പാതിരാത്രി എങ്ങാണ്ടായപ്പോൾ ഒന്ന് വാങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ എണീറ്റ് നോക്കുമ്പോ ഈ മനുഷ്യൻ അവിടെ ഇല്ല. അറബിയല്ല, ഈ കൂടെ അവിടെ കിടന്ന ആള് അയാളില്ല. അറബിയോടെ പോയി. അറബി അതിനകത്തുണ്ട്. അറബി കൂടാതെ എന്തോന്നുണ്ട് അതിനകത്തിരിക്കുക. വെന്റിയുണ്ട്. ഞാനിവിടെ ഈ ഇത്രയും വർഷം കഴിഞ്ഞാണ് ഈ പുള്ളി അവിടുന്ന് പോണത്. അത് ശരി. അല്ലെങ്കിൽ ആ പോകുന്നതിന്റെ അന്ന് തന്നെ ഞാൻ അവിടുന്ന് ചാടിപ്പോത്തില്ലേ. ഇങ്ങോട്ടും പാനക്കുന്നില്ലെന്ന് അതല്ലേ. ഓക്കെ. അപ്പൊ എന്നിട്ട് രണ്ടാമത്തെ ദിവസം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ദിവസം രണ്ടാമത് നോക്കുമ്പോ ഇയാളെ ഈ അടുത്ത കട്ടിലെ കിടന്നവനെ കാണുന്നില്ല. ഓക്കെ. മാത്രമല്ല അവിടെ കുളിക്കാനും ഒന്നും ഒരു സാധ്യതയില്ലല്ലോ. ഈ 2.5 കൊല്ലത്തിനിടയിൽ എത്ര തവണ കുളിച്ചിട്ടുണ്ടാവും? 2 പ്രാവശ്യം. ആകെ 2 തവണയെ കുളിച്ചിട്ടുള്ളൂ. ഇവിടെ എല്ലാ ദിവസവും എത്ര നേരം കുളിക്കുമോ? 4 നേരം. 2 നേരം കുളിക്കും. 2 നേരം. ആറാട്ടുപുഴ വെള്ളത്തിന്റെ നടുവില് എങ്ങനെ കടുത്തട്ടും വെള്ളത്തിൽ മണല് വാരി ജീവിച്ച ആളാണ്. 2.5 കൊല്ലത്തിനിടയിൽ 2 തവണ കുളിച്ചിട്ടുള്ളൂ. കടലിൽ കുളിച്ചിട്ടൊക്കെ പിന്നെ വന്നിട്ട് വന്ന് വീട്ടിൽ വന്നും കുളിക്കും. ഈ പ്രത്യേകിച്ച് നമ്മളീ മലയാളികളൊക്കെ ഈ 3 നേരം കുളിച്ച് ശീലിച്ചവരായുണ്ട്. ഈ കുളിക്കാതിരുന്നാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവൂലേ? ഭയങ്കര പൊടിക്കാറ്റും പൊടിയും ആപ്പാട് ഇതാണ്. ഒരു രക്ഷയില്ല. അപ്പൊ ഈ രണ്ടാമത്തെ ദിവസം എത്ര നേരം കഴിഞ്ഞാ മറ്റേ വന്നത്? ആ പോക്ക് പോയതാ, പിന്നെ കണ്ടിട്ടേ ഇല്ല. ഫസ്റ്റ് ഡേ. അത് ചിലപ്പോ എനിക്കൊന്ന് താങ്കൾ വന്നത് കൊണ്ട് അയാളെ റിലീവ്ഡ് ആയിക്കാണും അല്ലെ? അയാളുടെ ഡ്യൂട്ടി കഴിഞ്ഞു. അയാൾ രക്ഷപ്പെട്ടു അല്ലേ? അതാണ് അയാൾ രക്ഷപ്പെട്ടു. അപ്പൊ അയാളെ പോകുന്ന നേരത്തൊന്നും പറഞ്ഞില്ല അല്ലേ? ഇല്ലില്ല. പിറ്റേ ദിവസം ഈ മറ്റേത് എന്താ പറഞ്ഞ കൊണ്ടുപോയ ആള്? രാവിലെ എണീറ്റിട്ട് ഒരു അദ്ദേഹത്തിന് എന്താ നിങ്ങൾ വിളിച്ചിരുന്നത്? ഞാനൊന്നും വിളിക്കുന്നില്ല. അർബാബൊന്നും വിളിക്കുന്നില്ല. രാവിലെ എണീറ്റ് ഒരു കെറ്റൽ കൊണ്ട് തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ആടിനെ പിഴിയാൻ പറഞ്ഞു. ആടിനെ പിഴിയാൻ പറഞ്ഞപ്പോ ഞാൻ ചെന്ന് ഒരെണ്ണത്തിനെ പിഴിയാൻ നോക്കിയിട്ട് പാല് വരുന്നില്ല. ആടിനെ പശുവിനെ കറന്ന് പരിചയമുണ്ടോ? ഇല്ല, ഒരു പരിചയമില്ല. ആദ്യമായിട്ടാ ആടിനെ നാട്ടിൽ കണ്ടും പശുവിനെ കണ്ടിട്ടല്ലേ ഉള്ളു, അല്ല പിഴിഞ്ഞിട്ടില്ലല്ലോ. ഇത് ഇവിടുന്ന് ഞെക്കിയിട്ട് പാല് വരുന്നില്ല. അപ്പൊ അവൻ ഏതാണ്ട് കിടന്നോണ്ട് പറയുന്നുണ്ട്. അന്നേരം എന്നെ ചാടി പിടിച്ച് മേടിച്ചിട്ട് അവൻ പിഴിഞ്ഞ്. പുള്ളിക്കറിയാം. എത്ര പ്രായമുള്ള ആളായിരിക്കും? ഒരു 10-50 വയസ്സിന്റെ മേളിൽ കാണും. ആള് ചുങ്കനാന്ന് പറഞ്ഞാൽ കറുത്തിരുണ്ട് പേടിച്ചു പോകും നമ്മള് കണ്ട. എന്നിട്ട് പാല് കറന്നിട്ട് അയാൾ എന്ത് ചെയ്തു? പാല് കറന്നിട്ട് ഇതൊന്നുണ്ട്, ഒരു ഗ്യാസ് ഉണ്ട്, ചെറിയ ഗ്യാസ് ഉണ്ട്, മണ്ണെണ്ണയ്ക്കകത്ത് കത്തിക്കുന്ന ഒരു ഗ്യാസ് ഉണ്ട്.
അതിനകത്ത് വെച്ച് കാച്ചിയിട്ട് അയാൾ കുടിക്കും. നമുക്ക് തരുമോ? എനിക്ക് ഇച്ചിരി തന്ന്, പക്ഷെ അത് ഇങ്ങനെ മധുരത്തിന്റെ എന്തോ സ്മെല്ല് ഭയങ്കര, നമ്മൾ ആദ്യമായിട്ടല്ലേ, ഭയങ്കര സ്മെല്ല്, കുടിക്കാൻ തോന്നുന്നില്ല. പിന്നെ അവനെ കാണാതെ ഞാൻ കളഞ്ഞു. പിന്നെ അങ്ങനെ കുറെ ദിവസം ഇങ്ങനെ തട്ടി വിട്ടു. ഉച്ചക്ക് രണ്ടാമത്തെ ദിവസം ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല. പിന്നെ കുബൂസ് വന്നു. കുബൂസ് കഴിക്കാൻ പറ്റുമായിരുന്നോ? അത് എങ്ങനെ കഴിക്കാന്, പച്ചവെള്ളത്തിൽ മുക്കി എങ്ങനെ കഴിക്കാന്? അത് ഇച്ചിരി എങ്ങനെ കഴിക്കാനാണ്, നമ്മളിവിടെ പെട്ട് കിടക്കുമല്ലേ. പിന്നെ നാട്ടിലെ കാര്യമെല്ലാം ഇതായിപ്പോയി.